നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യം പട്ടിക പുറത്തിറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സ്ഥാനാർത്ഥികളുടെയൊക്കെ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. LDF വളരെ കൃത്യമായിട്ട് പട്ടിക പുറത്തിറക്കി അവരുടെ റോഡ് ഷോയും ആരംഭിച്ചു. ഇവിടെ G. സുധാകരന് വേണ്ടിയിട്ട് കോൺഗ്രസ് വലിയ താല്പര്യം കാണിക്കുന്നു. അവിടെ സ്ഥാനാർത്ഥിയെ പോലും നിർത്തുന്നില്ല. കണ്ണൂരിലാണെങ്കിൽ K. സുധാകരനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് തട്ടാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ മത്സരിക്കുന്നു. ഒരുപക്ഷെ അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലും നിർത്തില്ലായിരുന്നു. ഈ പറയുന്ന രശ്മി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ മത്സരിച്ചു. ഇത്തവണ അവരെക്കാൾ കൂടുതൽ പരിഗണന ഐഷ പോറ്റിക്ക് നൽകുന്നു. 3 തവണ അവിടെ MLA ആയ ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നാഥനില്ലാത്ത കളരിയാണെന്ന് പൊതുജനങ്ങൾ ചിന്തിക്കും. പത്രങ്ങൾ നോക്കിയാലും അല്ലെങ്കിൽ റോഡിലെ ഫ്ലക്സ് ബോർഡുകൾ നോക്കിയാലും പിണറായി വിജയൻ്റെ LDFൻ്റെയും വികസന നേട്ടങ്ങളുടെ ചിത്രമാണ്. BJPക്കും കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു മുന്നേറ്റത്തിൻ്റെ ഘടകം? അല്ല, ഇതൊക്കെ ഒരു താൽക്കാലിക സംഭവങ്ങളാണ്. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ എല്ലാവരുടെയും സ്ഥാനാർത്ഥിയൊക്കെ സെറ്റിലാവും. ആയേ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. അതെ. അതുവരെ ചില്ലറ ബഹളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ചില്ലറയോ മൊത്തമായിട്ടോ ഒക്കെയുള്ള ബഹളങ്ങൾ നടക്കും. അത് ഒരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ആയിട്ട് ഒരു പാർട്ടിക്കും അത് സംഭവിക്കാൻ പോകില്ല. നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് എന്നാൽ പിന്നെ ഇയാൾക്ക് വോട്ട് ചെയ്യാം എന്നൊന്നും ആരും കരുതുന്നില്ല. തമ്മിലടിച്ചു അതുകൊണ്ട് ഇവർക്ക് വോട്ടില്ല എന്നും ജനങ്ങൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഫാക്ടറല്ല. ഇങ്ങനത്തെ ഇപ്പോൾ K. സുധാകരൻ അത്രയ്ക്ക് ടഫ് സ്റ്റാൻഡ് എടുക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നാണ് ഉത്തരം. അദ്ദേഹം MP ആണ്. MLA സ്ഥാനത്തിന് വേണ്ടി അത്ര വലിയ ഒരു ബലം പിടിക്കണ്ടായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.